അവിടെ എത്തിയപ്പോഴേക്കും രാത്രി 7 മണി. എങ്ങനെ കൊണ്ടുപോകുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേഗം തന്നെ കോലഞ്ചേരിയിലെ ഒരു ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ. ഇതെൻ്റെ മനസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ആംബുലൻസിൽ എത്തിച്ചു. രാത്രി 8:30 ആയപ്പോൾ 12-ാം തീയതി ഞങ്ങൾ കോട്ടയം ICH ESI എന്ന് വിളിക്കുന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ എത്തിച്ചു. അവിടെ എത്തുമ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടുത്തെ നോക്കിയിട്ട് നേരെ കുഞ്ഞിനെ ഹൈ കെയർ യൂണിറ്റിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പലരുടെ ബന്ധുക്കളുടെയൊക്കെ നിർബന്ധം നിമിത്തമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അന്ന് രാത്രി അവിടെ എത്തിച്ച് അത്രയും സമയം മാത്രമേ ദൈവം ഞങ്ങൾക്ക് മുമ്പേ തന്നിരുന്നുള്ളൂ. കോട്ടയത്ത് എത്തിയതും വീണ്ടും കുഞ്ഞിൻ്റെ ഓക്സിജൻ ഡ്രോപ്പായി പോയി. പിന്നെ അവൻ കംപ്ലീറ്റ് ഓക്സിജനിലേക്ക് മാറുകയാണ്. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ബെഡിലേക്കാവുകയാണ്. ഏറ്റു നിൽക്കാൻ പോലും പറ്റാതെ, ഒന്നും കഴിക്കാൻ പറ്റാതെ, ഒന്ന് ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവുകയാണ് ഈ മോന്. ആ ദിവസം രാവിലെ അവിടുത്തെ പ്രൊഫസർ വന്ന് കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു ബോട്ടിൽ ഇഞ്ചക്ഷന് 25,000 രൂപ. അത്തരത്തിൽ 14 ബോട്ടിൽ ഇഞ്ചക്ഷനാണ് കുഞ്ഞിനെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ നെഞ്ചിന് വേദനയെ തുടർന്ന് ഞാൻ വിചാരിച്ചത് കുഞ്ഞിൻ്റെ ഹേർട്ടിന് എന്തോ പ്രശ്നമാണെന്നായിരുന്നു.